ശ്രീ അരുൺകുമാർ, ആശമാർക്ക് 3000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചിരിക്കുന്നു. സമരം നടത്തിയ സംഘടന അതിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ വിരമിക്കൽ ആനുകൂല്യം സംബന്ധിച്ച് ഉടനെ തീരുമാനമെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് അവസാനിക്കുന്നു എന്നല്ല അതിനർത്ഥം. അംഗൻവാടി വർക്കർമാർ അടക്കമുള്ള ആളുകൾക്ക്, ഹെൽപ്പർമാർ അടക്കമുള്ള ആളുകൾക്ക് 1000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കാൻ പോവുകയാണ്. അടുത്ത മാസം 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര. എങ്ങനെയുണ്ട് തുടക്കം? ഗംഭീരമല്ലേ? അല്ല, ഇങ്ങനെയൊക്കെ ആയിരുന്നോ പ്രതീക്ഷിച്ചിരുന്നത്? കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നോ പ്രതിപക്ഷ നേതാവും അതുപോലെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാരും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന കോൺഗ്രസ് സുഹൃത്തുക്കളുമെല്ലാം പറഞ്ഞു തുടങ്ങിയിരുന്നത്? ഞങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തകർത്ത് തരിപ്പണമാക്കും എന്നാ പറഞ്ഞത്. ഒരു വാചകത്തിന് വലിയ പ്രാധാന്യമുണ്ടല്ലോ. ഞങ്ങളുടെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാ വർക്കേഴ്സിന് 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കും ഓണറേറിയം എന്ന് തന്നെയാണ് മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ ശ്രീ വി ഡി സതീശൻ പ്രസ്താവിച്ചത്. ഒരു മാറ്റമില്ലല്ലോ. നിങ്ങളുടെ ആർക്കൈവ് എടുത്ത് പരിശോധിച്ചാൽ ആ വാചകങ്ങൾ കൃത്യമായി വീഡിയോ ഉണ്ടാകും, ഒരു സംശയമില്ല. വന്ന് ഞങ്ങൾ പരിശോധിച്ച് ആദ്യം കുറച്ച്, രണ്ടാമത് കുറച്ച്, മൂന്നാമത് കുറച്ച്, അങ്ങനെ 21 ആകുമെന്നല്ലല്ലോ. മറിച്ച് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനമെടുക്കുമെന്നാ ഊന്നി പറഞ്ഞേ. പക്ഷെ ഞങ്ങൾ ഏതായാലും ഇപ്പോൾ ഒരു വിമർശനത്തിലേക്ക് കടക്കുന്നില്ല. ഞങ്ങൾ സൂക്ഷ്മമായിട്ട് ഇത് പരിശോധിച്ചുകൊണ്ടും ഇതിങ്ങനെ ഗ്യാലറിയിൽ ഇരുന്ന് കണ്ടുകൊണ്ടും ഇരിക്കുക തന്നെയാണ്. കാരണം പ്രവർത്തിക്കട്ടെ. പുതിയ ഗവൺമെന്റ് വന്നു, പുതിയ മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു, ബജറ്റ് വരും, ഓരോ ഘട്ടം ഘട്ടമായിട്ട് മുന്നോട്ട് പോകും. ഇവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഓരോന്നായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പക്ഷെ ചില മാറ്റങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കണം. 3 ദിവസം മുമ്പ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില 3 രൂപ വീതം വർദ്ധിച്ചു. ആ വർദ്ധിച്ച ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രതികരണം? അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്, ഞങ്ങൾ പഠിക്കട്ടെ, ഞങ്ങൾ പരിശോധിക്കട്ടെ. പക്ഷെ കഴിഞ്ഞ 5 വർഷവും ഇദ്ദേഹം പറഞ്ഞത്, സംസ്ഥാനം നികുതി ഇളവ് കൊടുക്കണം, സംസ്ഥാന വിഹിതം വെട്ടിക്കുറവ് വരുത്തണം, ജനങ്ങൾക്ക് അതിന്റെ യാതൊരു തരത്തിലുള്ള ഒരു ദുരന്താവസ്ഥയും ഉണ്ടാകാൻ പാടില്ല, സാമ്പത്തിക ഭാരം ഉണ്ടാകാൻ പാടില്ല എന്ന് ഒറ്റയടിക്ക് തുറന്നു പറഞ്ഞ, ആദ്യമേ അത്തരത്തിൽ പ്രസ്താവന നടത്തിയ ആള് പറഞ്ഞു, ഞാൻ പഠിക്കട്ടെ, ഒന്ന് പഠിക്കട്ടെ. ശരിയാ, പഠിച്ചോട്ടെ. അതേപോലെ രണ്ടാമത് പറഞ്ഞു, ഗവൺമെന്റുകൾ എന്ന് പറഞ്ഞാൽ തുടർച്ചയല്ലേ, വികസന പ്രവർത്തനങ്ങൾ തുടരുമോ എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല, ഞങ്ങൾ പഠിച്ചു നോക്കട്ടെ. പഠിച്ചോട്ടെ. തുരങ്കപാതയെ ഞങ്ങൾ എതിർക്കും, തീരദേശ ഹൈവേ ഞങ്ങൾ അനുവദിക്കില്ല, മലയോര ഹൈവേ ഞങ്ങൾ അനുവദിക്കില്ല, ഈ ദേശീയപാത ഉദ്ഘാടനം ചെയ്ത് കമ്മീഷൻ ചെയ്യാമെന്ന് മുഖ്യമന്ത്രി വിചാരിക്കേണ്ട, വിഴിഞ്ഞത്ത് ഒരു കപ്പൽ പോയിട്ട് ഒരു ബോട്ട് പോലും വരില്ല എന്ന് പറഞ്ഞ ആളാണ്. ഞങ്ങൾ ഗവൺമെന്റുകളുടെ തുടർച്ചയല്ലേ, ഞാനൊന്ന് പഠിക്കട്ടെ, പരിശോധിക്കട്ടെ, ഞങ്ങൾ അനുവദിക്കുക, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല, പഠിച്ചോട്ടെ, പരിശോധിച്ചോട്ടെ, വിലയിരുത്തിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങളുടെ കാര്യത്തിലുമെല്ലാം പല വാഗ്ദാനങ്ങൾ പറയുകയാണല്ലോ. ആയിക്കോട്ടെ, ഞങ്ങൾ ഇതിലൊന്നും ഒരു അഭിപ്രായം പറയുന്നില്ല. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി ഇതെല്ലാം കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് മനസ്സിലാക്കി ഞങ്ങൾ മുന്നോട്ട് പോകും. ഏതായാലും കേരളത്തിൽ തുടക്കം കുറിച്ച ഒരു വികസന വിപ്ലവമുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ മുന്നേറ്റമുണ്ട്, സാമൂഹ്യ സുരക്ഷയുടെ വലിയ മുന്നേറ്റമുണ്ട്. ഇതിലൊന്നും ഒരു പോറൽ വരാൻ അനുവദിക്കാതെ, പോറൽ വരുത്താതെ ഞങ്ങൾ വളരെ സൂക്ഷ്മമായി തന്നെ ഇത് നിരീക്ഷിച്ച് കൃത്യമായി തന്നെ മുന്നോട്ട് പോകും. ഇടപെടേണ്ട സമയത്ത് ശരി, എന്തായാലും ഇപ്പോ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയാണ്.